നിനക്കും നിന്റെ കുടുംബത്തിനും ദാരിദ്ര്യം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇല്ല, നിസ്കരിക്കാൻ സമയമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, നിനക്ക് തിരക്കായിരിക്കും. തിരക്ക് തന്നെ, 24 മണിക്കൂറും തിരക്ക്. അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു പണിഷ്മെന്റ് ആണ്, നിന്ന് തിരിയാൻ സമയമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സാധാരണ പറയത്തില്ലേ, നിന്ന് തിരിയാൻ സമയമില്ല, അത്രയ്ക്കും തിരക്കാ. എന്താ അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ? നിന്ന് തിരിയാൻ സമയമില്ല. ഇവിടെ ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്ന സമയം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പായിപ്പാടൊരു ഓട്ടക്കടയും വെച്ചിരിക്കുന്ന ഇവന് സമയമില്ല നിന്ന് തിരിയാൻ. കേവലം ഒരു ഭാര്യയും 2 മക്കളെയും നോക്കുന്ന ഇവന് സമയമില്ല നിന്ന് തിരിയാൻ. തിന്നാനുമില്ല, ഉറങ്ങാനുമില്ല, ഒന്നിനുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, ദാരിദ്ര്യം വണ്ടി വിളിച്ച് നിന്റെ വീട്ടിൽ വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ എങ്ങും പോണ്ട, നിനക്ക് കള്ളുകുടിയില്ല, പെണ്ണുപിടിയില്ല, പലിശ കച്ചവടമില്ല, ഒരു വൃത്തികേടുമില്ല. എന്നാലും നിന്റെ സമ്പത്ത് പോകും. നിനക്ക് ദാരിദ്ര്യം നിന്നെ തേടി വരും. അല്ല നിന്റെ കണ്ണിന്റെ മുന്നിൽ ലൈവായി ദാരിദ്ര്യം കൊണ്ടുവരും. അള്ളാഹു കാക്കുമാറാകട്ടെ. വെറുതെ പണി ചോദിച്ചു വാങ്ങുന്ന പോലെ ഇരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. 5, എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല, പ്രവാചകൻ പറയുകയാണ്, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്ത് ലഭിക്കാൻ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്ത് ലഭിക്കാൻ 5ാമത്തെ വഴി എന്തെന്നറിയുമോ? അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നർ റഹിമ സുജ്നത്തും മിനർ റഹ്മാൻ ഫഖാല അല്ലാഹു മൻ വസലകി വസൽതുഹു വമൻ ഖതഅകി ഖതഅതു. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തീർച്ചയായും കുടുംബ ബന്ധം പരമകാരുണ്യകന്റെ പേരുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നീ ബന്ധം പുലർത്തിയവനോട് അല്ലാഹ് ഞാനും ബന്ധം പുലർത്തുകയാണ്. മഹാനായ പ്രവാചകനെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, കുടുംബ ബന്ധം ചേർത്താൽ അല്ലാഹു നിനക്ക് ഐശ്വര്യം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള 5ാമത്തെ വഴി എന്തു ചേർക്കണം? ഉറക്കെ പറഞ്ഞ് എന്ത് ചേർക്കണം? എന്ത് ചേർക്കണം? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചേർക്കുന്നുണ്ട് നമ്മളൊക്കെ നല്ലതുപോലെ. കുടുംബ ബന്ധം നമ്മൾ വല്ലാതെ ചേർക്കുന്നുണ്ട്. അല്ലാഹു പറയുകയാ, നീ ബന്ധം ചേർത്താൽ ഞാൻ നിന്നോട് ബന്ധം ചേർക്കും. നീ ബന്ധം മുറിച്ച ഞാനും മുറിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. കൂടപ്പുറപ്പുകളും ഉണ്ടത്തില്ലല്ലോ, പിന്നല്ലേ ബന്ധം. കൂടപ്പുറപ്പുകൾ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വാപ്പായുടെ സ്നേഹമുള്ള മക്കളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അത്തായുടെ സ്നേഹമുള്ള മക്കളൊക്കെ ഒന്ന് കൈപൊക്ക്. കമ്മിറ്റിക്കാർക്കും പൊക്ക. അൻസാരിയെന്ന് പ്രസിഡന്റ് കേട്ടില്ലെന്ന് തോന്നുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണപ്പെട്ടു പോയ പിതാവിനോട് മക്കൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ ബന്ധം നിലനിർത്താൻ പറ്റും. മരണപ്പെട്ടു പോയ പിതാവുമായിട്ടുള്ള ബന്ധം മരണശേഷം നിലനിർത്താൻ പറ്റും. എങ്ങനെ? ദുആയിലൂടെയൊന്നും അല്ല, അത് വേറെ വിഷയം. എങ്ങനെ? അത്താടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ. ഇനി സഹോദരന്മാരില്ലെങ്കിൽ അത്താടെ വാപ്പയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിലൂടെ നിനക്ക് ആ സ്നേഹബന്ധം നിലനിർത്താൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ കുടുംബക്കാർ, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ കുടുംബക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പാടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? കണ്ട പരിചയം കാണിക്കാറുണ്ടോ? പെരുന്നാൾ വരുന്ന ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കാറുണ്ടോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടപ്പിറപ്പുകൾ പോലും പരസ്പരം മിണ്ടുന്നില്ല. വാശിയും വൈരാഗ്യവും കടന്നു വരുന്നു. ശത്രുത പുലർത്തുന്നു. വല്ലാത്ത ശത്രുതയാണ്. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന നിസ്സാര കാരണത്തിന്റെ പേരിൽ. എന്തിന്? ദാമ്പത്യ ബന്ധങ്ങൾ പോലും തകർത്ത് കളയുന്ന കാലം.
കുടുംബ ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാകുന്നില്ല. എങ്കിലും അൽഹംദുലില്ലാഹ് ഇവിടേക്ക് നോക്കുമ്പോൾ ചില കൂടപ്പിറപ്പുകൾ വല്ലാത്ത ഒരു സ്നേഹബന്ധം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണോ കുടുംബബന്ധം ചേർക്കുന്നത്, ആരാണോ കുടുംബബന്ധം ചേർക്കുന്നത്, അള്ളാഹു അവരുടെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസൽ വാസിലു ബിൽ മകാഫീൻ. പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവന്, ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾക്ക് തിരിച്ചു ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവൻ. പിന്നെയോ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നത്, അവൻ എന്നെ സഹായിച്ചല്ലോ അതുകൊണ്ട് ഞാൻ അവനെ സഹായിക്കാം, അങ്ങനെ ചെയ്യുന്നതിനല്ല. മുറിഞ്ഞുപോയ ബന്ധങ്ങൾ, പിണങ്ങിക്കഴിയുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ തിരിച്ച് സ്ഥാപിക്കലാണ് കുടുംബ ബന്ധം പുലർത്തലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 3 ദിവസങ്ങളിൽ കൂടുതൽ ഒരാളോടും പിണങ്ങിയിരിക്കാൻ പാടില്ല. എത്ര വലിയ ശത്രുതയാണെങ്കിലും, എത്ര വലിയ വൈരാഗ്യമാണെങ്കിലും, എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും 3 ദിവസത്തിൽ കൂടുതൽ പരസ്പരം പിണങ്ങിയിരിക്കാൻ പാടില്ല. അങ്ങനെ പിണങ്ങിയിരുന്നാൽ അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആകാശത്തിന്റെ കവാടം തുറന്ന് മുകളിലേക്ക് പോകുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, റസൂലുള്ളാഹി തങ്ങൾ അതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്, സഹാബാ, സ്വർഗത്തിലൊരു വീട് വേണോ, സ്വർഗത്തിലൊരു വീട് വേണോ? പരസ്പരം 2 പേര് പിണങ്ങിയിരിക്കുന്നു. ആ പിണങ്ങിയിരിക്കുന്നതിൽ ആരാണോ ആദ്യം സലാം പറയുന്നത്, ആരാണോ ആദ്യം സലാം പറയുന്നത്, ആ സലാം പറയുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 2 പേര് പിണങ്ങിയിരിക്കുമ്പോൾ ആദ്യം സലാം പറയുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എപ്പോഴെങ്കിലും കള്ളം പറയാൻ പാടുണ്ടോ? കള്ളം പറയൽ അനുവദനീയമായ സമയമുണ്ടോ? തമാശയ്ക്ക് പോലും കള്ളം പറയുന്നവന് വലിയ ശിക്ഷയുണ്ടെന്ന അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. വലത് കൈകൊണ്ട് കുടിക്ക് ചായ എല്ലാവരും, ചിലരൊക്കെ ഇടത് കൈകൊണ്ട് കുടിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്ക്, കള്ളം പറയാൻ പറ്റുന്ന സമയമുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടില്ല എന്നല്ലേ ഞാൻ ചോദിച്ചത്, ഉണ്ടോ ഇല്ല എന്നല്ലേ വെച്ചേ? കള്ളം പറയാൻ പറ്റുന്ന സമയമുണ്ടോ ഇല്ലേ? ഉണ്ട്. ഉണ്ടോ? ഉണ്ടോ? ആ, എപ്പോഴാ പറയാൻ പറ്റുക? കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം പറഞ്ഞേ. ജീവന് ഭീഷണി ഉണ്ടാകുമ്പോ. ജീവന് ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് എന്തിനാണ് കള്ളം പറയാൻ നിൽക്കുന്നത്? ഓൻ ഭീഷണിയാക്കിയിട്ട് പോത്തല്ലേ. കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം, എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബക്കാര് പിണങ്ങിയിരിക്കാം. അപ്പൊ ഈ പിണങ്ങിയിരിക്കുന്നവരടുക്കൽ പോയിട്ട് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ ബന്ധം ചേർക്കുന്നതിന് വേണ്ടി പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ? ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുന്നു. അപ്പൊ മസ്ലഹത്തിന് പോകുന്ന ഒരാൾ പറയാ, പൊന്നാര ആമിന, നിന്റെ ഇക്കായ്ക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട്. നീ വീട്ടിലാണെങ്കിലും അദ്ദേഹത്തിന് ഒരു സമാധാനമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ നിന്നെ കുറിച്ചൊക്കെ ചോദിക്കും. എവിടെ? ചോദിക്കാറൊന്നുമില്ല, എന്നാലും പറയുക. കാരണം എന്തേ? അപ്പൊ എന്റെ വാക്ക് എന്നെ തിരക്കുന്നുണ്ടല്ലോ. തിരിച്ചിപ്പുറത്ത് വന്നിട്ട് പറയുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പിണങ്ങിയിരിക്കുന്നവരെ യോജിപ്പിക്കുന്നതിന് വേണ്ടി കള്ളം പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ യോജിച്ചിരിക്കുന്നതിനെ പിരിപ്പിക്കാൻ വേണ്ടിയാ കള്ളം പറയുന്നത്. ഭാര്യയും ഭർത്താവിനെയും കൂടെ എങ്ങനെ 2 തട്ടിലാക്കാൻ പറ്റും? കൂടപ്പിറപ്പുകളെ തമ്മിൽ എങ്ങനെ തമ്മിലടിപ്പിക്കാൻ പറ്റും?
രണ്ട് കൂട്ടുകാരെ എങ്ങനെ പിരിപ്പിക്കാൻ പറ്റും? അവിടെ കയറിയിട്ട് പറയും, അവനടാ നീ ഇല്ലാത്തപ്പോ പറഞ്ഞോന്ന് കാണണം. അങ്ങനെ ഇതാ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനിയൊരു അവസരമുണ്ട് പറഞ്ഞു തരട്ടെ, ഇനിയൊരു അവസരമുണ്ട് പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ഞാൻ മൈക്കിൽ കൂടെ പറയത്തില്ല, അവസാനം വേണമെങ്കിൽ പറഞ്ഞുതരാം. കാരണം പെണ്ണുങ്ങൾ വയത് കേൾക്കുന്നുണ്ട്, പെട്ടുപോകും. പെണ്ണുങ്ങൾ വയത് കേൾക്കുന്നുണ്ട്, പിന്നെ നിങ്ങളിത് സ്ഥിരം പണിയാക്കും, അതുകൊണ്ട് പറ്റൂല. വയത് കഴിഞ്ഞിട്ട് വേണേൽ പറഞ്ഞുതരാം, ലൈവ് ആയതുകൊണ്ട് പറ്റൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പിന്നെ ഇന്നത്തെ ലൈവിൽ കുറച്ച് ആൾക്കാരെ ഉള്ളു, കുഴപ്പമില്ല. അത് ഈ ക്ലാസ്സിന് വേണ്ടി തുടങ്ങിയതാപ്പ. നമ്മുടെ ഈ ഒരു വർഷത്തെ ക്ലാസ് മുഴുവനും നടക്കുന്നത് ആ ചാനലിനകത്ത്, അതിനകത്തായിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആ ചെറുതിൽ, ആ കുറഞ്ഞ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആ കുറഞ്ഞ വിഭാഗത്തിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. നിങ്ങൾക്കുള്ളത് നിങ്ങളെ തേടി തന്നെ വരും. നമ്മളെന്തിനാ വേദന? ആള് കൂടിയാൽ എന്ത്, കൂടിയില്ലെങ്കിൽ എന്ത്? യൂട്യൂബിനകത്ത് കയറിയിട്ട് 50,000 60,000 പേര് വയത് കേൾക്കുന്നുണ്ട്, കേട്ടിട്ട് പോകും. പായിപ്പാട് പള്ളിക്കുള്ളത് വണ്ടി വിളിച്ചാണെങ്കിൽ ഇവിടെ തന്നെ വരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം സിറാജിന് വീട് വെക്കാനല്ലല്ലോ, അള്ളാഹിക്കല്ലേ. അള്ളാഹിക്കുള്ളത് വരും. അൽഹംദുലില്ലാഹ്. എത്രയോ പേര് ഇൻഷാ അല്ലാഹ് 10,000 രൂപ തന്നു, പള്ളിക്ക് 10,000 രൂപ തന്നു. ഉസ്താദേ, വൈഫിന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കാ, ദുആ ചെയ്യണം. ആ ഉമ്മ മരണപ്പെട്ടു പോയി കുവൈറ്റിന്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വീണ്ടും 10,000 തന്നു. ഉസ്താദേ, ഉമ്മ മരിച്ചിട്ടൊന്ന് കാണാൻ പറ്റിയില്ല, നാട്ടിൽ പോകാൻ പറ്റിയില്ല, നാട്ടിൽ പോയി ഒന്ന് മയ്യത്ത് കാണാൻ പറ്റിയില്ല. അൽഹംദുലില്ലാഹ്. വീണ്ടും 10,000. നിങ്ങൾ ഇന്നലെ നോക്കിക്കേ, 40,000 തന്നു. ലൈവിലാണോ? എങ്ങനെയാ വന്നേ? വാപ്പ മരിച്ചു 10,000, ഉമ്മ മരിച്ചു 10,000, ഭാര്യയുടെ ആരോ മരിച്ചു 10,000, 40,000. അൽഹംദുലില്ലാഹ്. അല്ലാഹ് ഉദ്ദേശിച്ചവരെ കൊണ്ടുവരും ചങ്ങാതി. ഇവിടെ ഈ പായിപ്പാടുകാർ വിചാരിച്ച തന്നെ ഈ പള്ളി കെട്ടിക്കൂടെ? എടാ, ഇവിടെ ഓരോ മനുഷ്യൻ എഴുതിത്തരുന്ന പേപ്പർ വായിച്ച കണ്ണ് നിറയും. കടവ ഉസ്താദെ, ലക്ഷങ്ങളുടെ കടവ ഉസ്താദെ, വാടക വീട്ടിൽ കിടക്കണ ഉസ്താദെ. അവന് 1,500 രൂപ തരുന്ന പള്ളിക്ക്. ആര് തരുന്ന? വാടക വീട്ടിൽ കിടക്കുന്ന ലക്ഷങ്ങളുടെ കടമുള്ള, കച്ചവടവും ജോലിയില്ലാതെ അന്നത്തെ ചെലവിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ 1 സ്ക്വയർ ഫീറ്റിന്റെ പൈസ തരുന്നു പള്ളിക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഇവിടെ കെട്ടുകണക്കിന് വെച്ചിട്ട് എത്രന്ന് പോലും അറിയാത്തവൻ കണ്ണും തെള്ളിയിരിക്കുക. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, പള്ളിക്ക് പലിശക്കാരന്റെ പൈസ വേണ്ട, ഹറാമായ പൈസ വേണ്ട. അല്ലാഹ് ഹലാലെ എടുക്കൂ, അല്ലാഹു ഹലാലെ തിരഞ്ഞെടുക്കൂ. ഹറാമായ പൈസ കൊണ്ട് 1 രൂപ വായ്പാട് പള്ളിക്കകത്തുണ്ടെങ്കിൽ സമാധാനം കിട്ടുമോ? നിങ്ങൾ പറ, സമാധാനം കിട്ടുമോ? ഒരാൾ പറഞ്ഞു ഇത്തിരി പൈസ കിടക്കുന്നുണ്ട് ഉസ്താദേ. ഒരാൾ ചോദിച്ചു, ഉസ്താദേ ബാങ്കില് കുറച്ച് പൈസ കിടക്കുന്നുണ്ട്, പലിശ കുറെ കിടക്കുന്നുണ്ട്, എടുത്തു തരട്ടെ. എന്തിനാ? പള്ളിയുടെ മൂത്രപ്പര കെട്ടാമെന്ന് ചോദിച്ചു. മൂത്രപ്പര പോയിട്ട് ഒന്നും കെട്ടാൻ പറ്റില്ലല്ലോ, കുറെ പൈസ കിടക്കുന്നുണ്ട്. മറ്റൊരാൾ പറഞ്ഞു, ഉസ്താദേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരാൾക്കാരെ പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇത്തിരി ഓഫറായിട്ട് കിട്ടും, അത് വേണോ? പള്ളിക്ക് വേണ്ട, വേറെന്തെങ്കിലും ചെയ്തോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇതിന്റെ ഉത്തരവാദിത്തം അല്ലാഹ് നോക്കിക്കൊള്ളും. ഇവരിപ്പോഴും ബേജാറില്ല, നാളെ എന്താവും, നാളെ ഒന്നും ആവത്തില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ പള്ളിയുടെ വാർപ്പിനുള്ള പരിപാടി നോക്കുക. ഒരുപാട് നേർച്ചകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നേർച്ച നാളെ നീളയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. നേർച്ച ഒരുപാട് അൽഹംദുലില്ലാഹ്. പള്ളിയുടെ പണി തുടങ്ങുന്ന സമയം ഉസ്താദെ ഞങ്ങൾ അവിടെ പോയേക്കാം, ഇവിടെ പോയേക്കാം, റാത്തി പോതേക്കാം, മൗലൂദ് ഓദിക്കാം. ഇപ്പൊ എല്ലാം ഓടുന്നുണ്ട്. ചെയ്ത നേർച്ച മുഴുവനും പെൻഡിങ് കിടക്കുമ്പോൾ അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നുകൂടെ വരട്ടി തരും. അല്ലാഹു ആക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, കുടുംബ ബന്ധം ചേർത്തോ. എത്ര വലിയ ശത്രുവായിക്കോ ഒന്നുമില്ല, പോയി സലാം പറഞ്ഞിട്ട് സ്വർഗത്തിൽ വീട് വാങ്ങിച്ചോണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇടത്ത് നിന്റെ കടയുടെ തൊട്ടുമുന്നിൽ നിന്നോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ആ കട കൊണ്ടുവന്ന് തുടങ്ങിയത്. നീ തുടങ്ങിയ അതേ കട തന്നെ അവൻ നടത്തിയിരിക്കുന്നത്. എന്നാലും അൽഹംദുലില്ലാഹ് നിന്നെ കാണുമ്പോൾ അവൻ മുഖം തിരിച്ചു നടക്കും. നീ ചിരിക്കുന്ന മുഖത്തോടെ പോയി പറയണം അസ്സലാമു അലൈക്കും, ദുആ ചെയ്യ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് നിനക്ക്. ഞാൻ ഇന്നലെ അത്ഭുതത്തോടു കൂടി ഇന്നലെ ഞാൻ തോന്നുന്നു പോത്തിനെ വാങ്ങാൻ പോയി. ഒലുഹിയ മൃഗത്തിന്റെ പോത്തിനെ വാങ്ങാൻ പോകുമ്പോ ഒരു റോഡ് സൈഡില് ഒരു പമ്പിന്റെ ഫ്രണ്ടില് 5 പെട്ടിയാട്ട കിടക്കുക. എല്ലാത്തിലും സവാള 3 കിലോ 100 രൂപ.
3 കിലോ 100 രൂപ. ഒരു പമ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുക. നമ്മൾ തന്നെ ചിന്തിച്ച് പഠിച്ച ഇതിന് ആര് വാങ്ങാനാ? 4-5 ഓട്ട നിരത്തിയിട്ടിരിക്കുന്ന എല്ലാം 3 കിലോ 100, 3 കിലോ 100. അവനവനുള്ളത് അവനവന് കിട്ടൂലേ? അതാ ചിന്തിക്കേണ്ടത്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുതയുണ്ടോ? ഇങ്ങോട്ട് വന്നില്ല. അവനുള്ളത് അവൻ, ഇവനുള്ളത് ഇവന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉദാഹരണം പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡിലുള്ള കിടക്കുന്നവർ കണ്ടിട്ടില്ലേ? ഓട്ടോ നിരത്തിയിട്ടിരിക്കുക. ചില ഓട്ടോ സ്റ്റാൻഡിലെ നിർബന്ധം 1ാമത്തെ വണ്ടി വിളിച്ചുകൊണ്ട് പോകണം. അങ്ങനല്ല, എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഇങ്ങനെ വന്ന് നിന്നിട്ടൊരു വിളിയ സെൻട്രിൽ കിടക്കുന്നത് വാടാ, വിളിച്ചോണ്ട് പോകണില്ലേ? അള്ളാഹുവിനെ എഴുതിയിട്ടുണ്ട് പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബബന്ധം ചേർത്താൽ അതിലൂടെ നിനക്ക് അല്ലാഹു അഭിവൃദ്ധി നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആറാമത്തെ കാര്യം കേട്ടോ, ആരാണോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത് അവൻ അല്ലാഹു ബർക്കത്ത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, 2 നേട്ടങ്ങളാണ്. തങ്ങൾ പറയുന്നു, ആരാണോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത്, മറ്റൊരു ഹദീസിൽ കാണാം, പ്രായമുള്ള ആൾക്കാർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീട്ടില്? എന്റെ ഉസ്താദ് അത്തായി അമ്മായി താമസിക്കുന്ന വീട്ടിൽ മാത്രമേ ഇത്ര അഭിവൃദ്ധി? പറ. എടാ, അത്തായും വാപ്പായും ഉമ്മായും പ്രായമായ കുടുംബ വീട് അതെന്നെ പിടിച്ചാൽ മതിയല്ലോ. പണ്ടത്തെ നിയമം അനുസരിച്ച്, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ഏറ്റവും ഇളയ മകനാണ് ഉമ്മായും വാപ്പായും നോക്കണം. അവനെ ഏറ്റവും വലിയ അഭിവൃദ്ധിയും അള്ളാഹു ബർക്കത്തിക്കുമാറാകട്ടെ. പ്രായമുള്ളവര്, ഞങ്ങൾ ഇങ്ങോട്ട് നോക്ക്, 5-6 മക്കളുള്ള സഹോദരങ്ങൾ കേട്ടോ, ഞാൻ പറയുന്നത്, ഉമ്മാനെ ഒരു വീട്ടിൽ നിർത്തരുത്, വല്ലപ്പോഴും നിങ്ങൾ മാറ്റണം. ഓരോ മക്കളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം. അപ്പൊ അൽഹംദുലില്ലാ അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോഴാണ് അഭിവൃദ്ധി. ഇല്ല, അവൻ നോക്കട്ടെ. അവൻ നോക്കുന്നുണ്ട്, നേട്ടം കൊയ്യുന്നുണ്ട്. നീയോ ഉള്ളത് കാലിയാവുന്നുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ ഞങ്ങളുടെ ഉമ്മ തന്നെ, ഞങ്ങൾ 8 മക്കളുണ്ട്. വാശിയാ, ഉമ്മ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, ഉമ്മ നമ്മുടെ വീട്ടിൽ വരുന്നില്ലല്ലോ, ഉമ്മ പരാതിയാ. കാരണം എന്തേ? ബർക്കത്ത് വേണമല്ലോ. ഞാൻ പറയുന്നത്, പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യ്. ഉമ്മായിക്കും വാപ്പായിക്കും കൊടുത്തതിന്റെ പേര് ദാരിദ്ര്യം വരുമോ? മക്കള് കണക്ക് പറയും, ഉമ്മായിക്ക് കൊടുത്തേന്. അമ്മ ആശുപത്രി കിടന്നപ്പോ 40,000 ഞാനാ കൊടുത്തേ, അവിടെ കൊടുത്തപ്പോ ഞാനാ കൊടുത്തേ, എന്നിട്ട് അമ്മ മൊത്തം അവനും കൊണ്ട് കൊടുത്ത് എനിക്ക് തന്നില്ല. കണക്ക് പറയരുത്. ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കൊടുത്തതിന്റെ കണക്കൊരിക്കലും ഒരു മക്കള് പറയരുത്. അല്ലാഹു കാക്കുമാറാകട്ടെ. എത്ര കണക്ക് പറഞ്ഞാലും മതി വരുവോ? ഹദീസിൽ കാണാം, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഒരാൾ പ്രായമുള്ള ഉമ്മയെ ചുമലിൽ വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ്. അപ്പൊ തവാഫ് ചെയ്യുമ്പോ ഒരു സഹാബി വരുന്ന അവിടെ നിന്ന് കണ്ടു. കാണുമ്പോ വലിയ അഭിമാനത്തോടു കൂടി പറയാ, എന്റെ ഉമ്മാനെ ഞാൻ നാട്ടീന്ന് ചുമന്നു കൊണ്ടുവന്നിട്ട് ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ടാ ഞാൻ ഈ തവാഫ് ചെയ്യുന്നേ. എന്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ ഇല്ല മോനെ, ഒരൊറ്റ രാത്രിക്ക് പകരമായിട്ടില്ല. എടാ, നീ നിന്റെ ജീവിതകാലം മുഴുവനും നിന്റെ ഉമ്മാനെ ചുമലി വെച്ചോണ്ട് നീ ഇങ്ങനെ നടന്നാലും നിന്റെ ഉമ്മ സഹിച്ച ഒരു രാത്രിക്ക് പകരമാകില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ചിലവഴിച്ച ഒരു രാത്രിക്ക് പകരമില്ല. എന്റെ ജീവിതകാലം മുഴുവനും എന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്താലും, എന്റെ ഉമ്മ ഗർഭിണിയായിരുന്നപ്പോ, എന്റെ ഉമ്മ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി ചിലവഴിച്ച ഒരു രാത്രിയുടെ പകുതിയാകില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ. അല്ലാഹു അവർക്ക് ആരോഗ്യം നൽകുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഇല്ലേ? നാളെ രാവിലെ ഉമ്മാടുത്തു പോ. കച്ചവടമൊക്കെ ഇത്തിരി പ്രയാസമാ ഉമ്മ പ്രാഗമല്ല ചെയ്യണത്. പോടാ മോനെ, അല്ലാഹ് ഉണ്ടല്ലോ, അൽഹംദുലില്ലാ, പൊക്കോ. ഒരൊറ്റ വാക്ക് മതി രക്ഷപ്പെടാൻ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് 7ാമതായി പറയുകയാണ്,
പറയുകയാണ്, മുത്തുനബി പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ ഇന്ന റബ്ബീ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദി വയഖ്ദിറു ലഹു വമാ അൻഫഖതും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. പായിപ്പാട് പള്ളി ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പലരും ചോദിക്കുന്നു, ഈ പായിപ്പാട് ഏത് നാട്ടിലാണ്, ഏത് ജില്ലയാണ്? പടച്ചവനെ, മംഗലാപുരത്ത് നിന്ന്, കർണാടകയിൽ നിന്ന്, പടച്ചവനെ എന്തിന് ഗൾഫ് നാടുകളിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് പോലും നമ്മുടെ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയിട്ടുണ്ട്. ആ സദക്ക നൽകിയവർക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലം കേൾക്കണോ? പടച്ചവനെ, വാട്സപ്പിലൂടെ ഇന്നലെ ഇവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞു, പായിപ്പാട് പള്ളിക്ക് വേണ്ടി വാട്സപ്പിലുള്ള കൂട്ടുകാര് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കാൻ പറയുമ്പോ 5666 പടച്ചവനെ 3000-ഉം 2000-ഉമായി വാട്സപ്പിലൂടെ പടച്ചവനെ തയ്യാറാകുന്നവർ ഏത് അക്കൗണ്ടിലാണ് ഇടുന്നത്, എവിടെയാണ് ഇടേണ്ടത് എന്ന് ചോദിക്കുന്ന കൂട്ടുകാരാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേട്ടോ. നിനക്ക് തരുന്ന പ്രതിഫലമാണ്. എന്തിനാണ് ഇങ്ങനെ പൈസ പിരിക്കുന്നത്? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പറയേണ്ടവന് പറയും, 5 നയാ പൈസ തരൂല. പടച്ചവനെയെങ്കിലും അല്ലാഹുവിന് വേണ്ടി ചോദിക്കാൻ എനിക്കൊരു നാണക്കേടുമില്ല. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി സദക്ക നൽകുന്ന മനുഷ്യ, അല്ലാഹു പറയുകയാണ്, താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനത്തിൽ അല്ലാഹു വിശാലത നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവല്ലേ നിനക്ക് സർവ്വതും തരുന്നത്, അല്ലാഹുവാണ് നിനക്ക് സർവ്വതും തരുന്നത്. കൊടുക്കുന്നത് അല്ലാഹുവിന്റെ കയ്യിലല്ലേ, പടച്ചറപ്പിന് വേണ്ടിയല്ലേ, അല്ലാഹുവിന് വേണ്ടിയല്ലേ നിങ്ങൾ കൊടുക്കുന്നത്. പായിപ്പാട് പള്ളി പടച്ചവന് ഈ നാട്ടുകാർക്ക് വന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ മഴ പെയ്യുമ്പോ നനയാതെ പടച്ചവനെ ഒന്ന് സുജൂദ് ചെയ്യാൻ, ഒരു പള്ളി പണിയുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കടക്കാരിയായിരുന്നിട്ട് പോലും തരുന്നവർ അന്യനാട്ടിൽ കടന്ന് മരുഭൂമിയുടെ മടിത്തട്ടിൽ കടന്ന് കഷ്ടപ്പെടുമ്പോ, തന്റെ കുടുംബത്തെ പോറ്റാൻ കഷ്ടപ്പെടുമ്പോ ആദ്യമായിട്ട് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം പള്ളിക്ക് വേണ്ടി കൊടുത്തവരെ അല്ലാഹു പറയുകയാ, നിന്റെ ജോലി പോകില്ല, നിനക്ക് ദാരിദ്ര്യം വരില്ല, അല്ലാഹു നിന്നെ പട്ടിണിക്കിടൂല, നിന്റെ ഭാര്യ മക്കളെ പ്രയാസപ്പെടുത്തൂല, പെൺമക്കൾ വളർന്നു വരുന്നു എന്ന് പറഞ്ഞ് നീ കരയണ്ട, പിരിവെടുത്തിട്ട് മക്കളെ കെട്ടേണ്ട ഗതി വരുത്തൂല. ഒരു പള്ളിയുടെ മുന്നിലും പായിപ്പാട് പള്ളിക്ക് വേണ്ടി 5 നയാ പൈസ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് കൊടുത്ത മനുഷ്യ, ഒരാളുടെ മുന്നിലും കയ്യടെ താഴെ പിടിക്കേണ്ട ഗതി വരൂല. എന്നും അല്ലാഹു നിന്നെ ഉയർത്തി വെക്കും, അല്ലാഹു എന്നും നിന്റെ കൈമുകളിലാക്കും. ഒരിക്കലും ഒരുത്തന്റെ മുന്നിലും അല്ലാഹു താഴെ കൈനീട്ടേണ്ട ഒരു ഗതി വരുത്തില്ല. ഇനി എന്നെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാ കൈനീട്ടാതെ പടച്ചറപ്പ് നിന്റെ വീട്ടിലെത്തിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു കൊടുത്തോ ലക്ഷങ്ങളാണോ എന്ന് അല്ലാഹു നോക്കില്ല. എടാ, നീ കൊടുക്കുന്നത് ചെറുതാണോ വലുതാണോ ഒരിക്കലും പടച്ച റബ്ബ് നോക്കാറില്ല. ചെറുതാണ് കൊടുക്കുന്നതെങ്കിലും എന്തിനാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞല്ലോ, നിന്റെ കയ്യിൽ ഒരു കാരക്കയുടെ കീളുണ്ട്, ഒരു കാരക്കയുടെ പകുതി നിന്റെ കയ്യിലുണ്ട്. ആ കാരക്കയുടെ പകുതി സദക്ക കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ. അല്ലാതെ കോടിക്കണക്കിന് കൊടുത്തിട്ടല്ല പോകാൻ പറഞ്ഞത്. ഒരു കാരക്കയുടെ പകുതിയാണ് നിന്റെ കയ്യിലുള്ളതെങ്കിലും അതിന്റെ പകുതി കൊടുത്തിട്ട് നീ സ്വർഗത്തിൽ പൊക്കോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ സാധാരണ കൊടുക്കുന്നത് പോലെയല്ല. ഇത് ജാരിയായ സദക്കയാ, ഇത് ജാരിയായ സദക്കയാ. ഖിയാമത്ത് നാൾ വരെ ഖബറിലേക്ക് ഒഴുകി വരുന്ന സദക്കയാ. നാളെ
ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ പായിപ്പാട് പള്ളി നാളെ പരലോകത്ത് വെച്ച് കാണാ. ഈ പള്ളി നാളെ പടച്ചറപ്പിന്റെ പരലോകത്തുണ്ട്. ഇത് സിറാത്ത് കടന്ന സ്വർഗത്തിൽ പോകും. ഈ പള്ളി സിറാത്ത് കടന്ന സ്വർഗത്തിൽ പോകും. അങ്ങനെ സിറാത്ത് കടന്നു പോകുമ്പോ ഈ പള്ളിക്കകത്ത് ചിലരുണ്ട്, ഈ പള്ളിക്കകത്ത് ചിലരുണ്ട്. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അവരാരെന്നറിയോ? അവരാരെന്നറിയോ? ഒരു വിഭാഗം സദഖ കൊടുക്കുന്നവരാ, പള്ളിക്ക് വേണ്ടി കൊടുത്തവരാ, പള്ളിക്ക് വേണ്ടി കൊടുത്തവരാ. പിന്നെ ഒരു വിഭാഗം ആരെന്നറിയുവോ? ഈ പള്ളി തൂക്കുന്നവരുണ്ടല്ലോ, ഈ പള്ളി നോക്കുന്നവരുണ്ടല്ലോ, ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവനുണ്ടല്ലോ, ഈ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദന്മാരുണ്ടല്ലോ. അവരെ പള്ളി മറക്കൂല, അവരെ പള്ളി മറക്കൂല. അല്ലാഹുവേ, അവരെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആരാ? പള്ളിയിലെ ഉസ്താദന്മാരാ, പള്ളിയൊക്കെ നോക്കുന്നവർ. പള്ളി തൂത്താ കിട്ടുന്ന പ്രതിഫലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പള്ളി തൂത്തിട്ടുള്ളവരെന്ന് കൈപൊക്കിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പള്ളി തൂത്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? പള്ളി തൂത്താ കിട്ടുന്നത്, എന്റെ വീടിന്റെ താഴെ ഒരു ചെറിയ തയ്ക്കാവുണ്ട്. ഞങ്ങളുടെ പോട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ ഉമ്മ ഇപ്പോഴും പോയിട്ട് തൂക്കും. എന്റെ ഉമ്മ ആ പള്ളിയുടെ മുറ്റം തൂക്കും. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ വയ്യാത്ത സമയത്ത് എന്തിനാ ഉമ്മ? എനിക്ക് നേരെ നിൽക്കാൻ വയ്യല്ലോ, ആ പാപം ഇങ്ങനെ പോയിട്ട് പള്ളി തൂക്കും. ഞാൻ ഇങ്ങനൊരു ഹദീസ് വായിച്ചു, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പള്ളി തൂക്കാത്തവരൊക്കെ കേട്ടോ പ്രതിഫലം, തൂത്തവരും കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു ഉമ്മ പള്ളിക്ക് ഇങ്ങനെ പള്ളിയുടെ വെളിയൊക്കെ തൂക്കണ ഒരു ഉമ്മയുണ്ടായിരുന്നു. പള്ളിയുടെ വെളിഭാഗമൊക്കെ തൂക്കണ ഒരു ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മാനെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ ആ ഉമ്മാനെ കാണുന്നില്ല. സഹാബത്തിനോട് ചോദിച്ചു, ഹബാ, ആ പള്ളി തൂക്കാൻ വരുന്ന ആ ഉമ്മാനെ എന്തേ കാണുന്നില്ലല്ലോ? ആ ഉമ്മാനെ കാണുന്നില്ല. ആ സമയത്ത് സഹാബികൾ പറഞ്ഞു, നബി, ആ ഉമ്മ മരിച്ചുപോയി, ആ ഉമ്മ മരിച്ചുപോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമങ്ങ് വല്ലാതെ വാടി. സഹാബികളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? വല്ലാത്ത ചോദ്യം. ആ പള്ളി തൂക്കുന്ന ഉമ്മ, പള്ളിയുടെ പരിസരം തൂത്തിരുന്ന ഉമ്മ മരിച്ചുപോയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? സഹാബികൾ പറഞ്ഞു, അതൊരു സാധാരണ ഉമ്മ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അങ്ങനെ ഒരു വലിയ ആളല്ലല്ലോ. ആ സാധുവായ ഉമ്മ പള്ളിയുടെ പരിസരം തൂക്കുന്ന ആ ഉമ്മാനെ കുറിച്ച് നബിയോട് വന്നിട്ട് അവര് മരിച്ചുപോയി എന്ന് പറയാൻ അതിന് വലിയ കാര്യമില്ലല്ലോ. അവരങ്ങനെ മറുപടി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. മുത്തുനബിയുടെ മുഖമൊക്കെ വല്ലാതെ വാടി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളോട് ചോദിക്കുകയാ, എന്നാലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നാലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എവിടെയാ ആ ഉമ്മയുടെ ഖബർ? എവിടെയാണ് ആ ഉമ്മയുടെ ഖബർ? എവിടെയാണ്? റസൂലുള്ള സ്വഹാബികളെയും വിളിച്ചുകൊണ്ട് ഓടുകയാണ്. ആ ഉമ്മാനെ ഖബറടക്കിയ ഖബർസാനിലേക്ക്, ആ പള്ളിക്കാട്ടിലേക്ക് അവിടെ മുത്തുനബി കടന്നുപോയി. സ്വഹാബികൾ ഖബർ കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മാതാവിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് മുത്തുനബി ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. പടച്ചവരേ, മുത്തുനബി പോയി ദുആ ചെയ്യണമെങ്കിൽ ആ ഉമ്മയുടെ മഹത്വം മനസ്സിലാക്ക്, ആ ഉമ്മയുടെ മഹത്വം മനസ്സിലാക്ക്. അവസാന ഖബറിന്റെ ചാരത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ സ്വഹാബികളോട് പറയുന്ന, സ്വഹാബാ, ആ ഉമ്മ രക്ഷപ്പെട്ടു സഹാബാ, ആ ഉമ്മ രക്ഷപ്പെട്ടു സ്വഹാബാ. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയുടെ പരിസരമൊന്ന് വൃത്തിയാക്കിയത് കൊണ്ടാ. റബ്ബേ,
പള്ളിയുടെ പരിസരം വൃത്തിയാക്കിയ ഉമ്മയ്ക്ക് അല്ലാഹു ഇത്രയും വലിയ പ്രതിഫലം കൊടുത്തെങ്കിൽ പള്ളി പരിപാലിക്കുന്നവര്, പള്ളിയുടെ ഖിദ്മത്ത് ചെയ്യുന്നവര്, പള്ളിയുടെ മൂത്രപ്പര കഴുകുന്നവര്, പള്ളിക്കകം കഴുകുന്നവര്, അല്ലാ നമുക്ക് ഈമാൻ നൽകണേ അല്ലാ. ആ ഉമ്മയ്ക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയുടെ വെളി കഴുകണ്ട, പള്ളിയുടെ പുറം തൂക്കണ്ട, പള്ളിക്കകത്ത് കിടക്കണ ഒരു ഇലയെങ്കിലും എടുത്ത് വെളി കളഞ്ഞാൽ മതിയായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പള്ളിയുടെ പുറത്ത് കിടക്കണ ഇല കിടക്കണ്ട, ഈ പള്ളിക്കകത്ത് എന്തെങ്കിലും ഒന്ന് കിടന്ന അത് നമ്മൾ എടുത്ത് കളയോ? മുസമ്മിലും നോക്കും എവിടെയെന്ന്. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന് വേണ്ടി കൊടുത്താൽ അല്ലാഹ് നിനക്ക് കൂട്ടിത്തരും. അല്ലാഹുവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ ജീവിത മാർഗത്തിൽ വിശാലതയുണ്ടാകാനുള്ള വഴി അല്ലാഹ്ക്ക് കൊടുക്ക്, ഒരിക്കലും കുറയൂല. കൊടുക്കും തോറും കൂടിക്കൊണ്ടിരിക്കും, കൊടുക്കും തോറും അല്ലാഹു ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അനുഭവങ്ങൾ നിങ്ങൾ ഓർത്തു നോക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കൊടുത്താൽ ഒരിക്കലും കൊടുക്കുന്നത് കൊണ്ട് കുറഞ്ഞു പോകാറില്ല, കൊടുക്കുന്നത് കൊണ്ട് കുറഞ്ഞു പോകാറില്ല. എത്രയോ സഹാബത്ത്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അതുപോലെ സദഖ കൊടുത്ത വേറെ ആരെങ്കിലും ഉണ്ടോ സഹാബികളിൽ? പടച്ചവൻ കൊടുത്ത സമ്പത്ത് മുഴുവനും കൊടുക്കണ സഹാബി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സമ്പത്ത് കിട്ടുന്നതനുസരിച്ച് കൊടുക്ക. എന്നാൽ ഈ സഹാബിയുടെ അവസ്ഥ എന്തെന്നറിയോ? ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത്രയും സദഖ കൊടുത്ത, തന്റെ സമ്പാദ്യം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വാരിക്കോരി കൊടുത്ത ആ സ്വഹാബിയാണ് സഹാബത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് വാട്സപ്പിലൂടെ ഈ പ്രഭാഷണം കേൾക്കുന്നവർ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു നഷ്ടവും ഒരു കാലത്തും ദുനിയാവിലുമില്ല, ആഖിറത്തിലുമില്ല. നിങ്ങൾക്ക് നേട്ടമേ ഉള്ളൂ, നിങ്ങൾക്ക് നേട്ടമേ ഉള്ളൂ, നിങ്ങൾക്ക് അഭിവൃദ്ധിയേ ഉള്ളൂ. അല്ലാഹു നിങ്ങൾക്ക് വാരിക്കോരി തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അൻഫിക് യാ ഇബ്നു ആദം ഉൻഫിക് അലൈക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഈ ആദം സന്തതികളെ നിങ്ങൾ ചിലവഴിക്കുക, എന്നാൽ നിങ്ങളുടെ മേൽ നാം ചിലവഴിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ചിലവഴിച്ചോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിച്ചോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തോ. ഞാനും നിങ്ങളുടെ പുറകെയുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമെന്ന് അല്ലാഹു പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, അൻഫിക് യാ ബിലാൽ വലാ തഖ്ശാ മിൻ ദിൽ അർശി. ബിലാലേ, നീ ചിലവഴിക്കുക, അർശിന്റെ ഉടമയിൽ നിന്ന് ഇല്ലായ്മയെ നീ ഭയപ്പെടരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാവപ്പെട്ടവനായ കറുത്തവനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അടിമയായിരുന്ന ബിലാൽ, ആ ബിലാലിനോട് ലോകത്തിന്റെ അധിപനായ പ്രവാചകൻ, ഈ ലോകം പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ചെലവഴിച്ചോ, ഒന്നും നോക്കണ്ട, കൊടുക്കുന്നത് നീ വാരിക്കോരി കൊടുത്തോ. എന്നിട്ട് പറയുകയാ, നീ അർശിന്റെ ഉടമ നിന്റെ കൂടെയുണ്ട്, നീ ഒരിക്കലും ഭയപ്പെടണ്ട, ഇല്ലായ്മയെ നീ പേടിക്കണ്ട, തീർന്നു പോകുമെന്ന് നീ പേടിക്കണ്ട, ദാരിദ്ര്യം വരുമെന്ന് പേടിക്കണ്ട, പട്ടിണി വരുമെന്ന് നീ പേടിക്കണ്ട, അർശിന്റെ ഉടമ നിന്റെ കൂടെയുണ്ട്. ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കൊടുക്കുന്നവരെ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ആര് കൈവിട്ടാലും അല്ലാഹു നിങ്ങളെ കൈവിടൂല, ആര് മറന്നാലും അല്ലാഹു നിങ്ങളെ മറക്കൂല.
ഒരിക്കലും പടച്ച റബ്ബ് നിങ്ങളെ ഉപേക്ഷിക്കില്ല. റബ്ബ് പറഞ്ഞതാണ്, നിനക്കത് കാണിച്ചു തരും, നിന്റെ ജീവിതത്തിൽ കാണിച്ചു തരും, നിന്റെ കച്ചവടത്തിൽ കാണിച്ചു തരും, നിന്റെ സമ്പത്തിൽ കാണിച്ചു തരും, നിന്റെ കുടുംബ ജീവിതത്തിൽ കാണിച്ചു തരും. അവസാനം ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് മരണം നിന്റെ കണ്ണു മുന്നിലേക്ക് കടന്നു വരുമ്പോ, അസ്രായീൽ റൂഹ് പിടിക്കുന്ന സമയത്ത് ആ മലക്കപ്പഴം കാണിച്ചു തരും. വാബുശിറൂ ബിൽ ജന്നാ. അവിടുന്ന് പ്രവാചകൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുന്ന് ഖുതുബ നടത്തുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഖുതുബ നടത്തുമ്പോ പ്രവാചകൻ വിളിക്കുന്നു, ജനങ്ങളെ, അല്ലയോ ജനങ്ങളെ, മരണത്തിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, മരണത്തിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണേ. പള്ളിയിൽ ഖുതുബ ഓതുകയാണ്. ആ സമയത്ത് പ്രവാചകൻ തന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോട് അവിടുന്ന് വിളിച്ചു പറയുകയാണ്, മരണം നിങ്ങളെ തേടി വരുന്നതിന് മുമ്പ് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക. തിരക്ക് വരുന്നതിന് മുമ്പ് സൽക്കർമ്മം കൊണ്ട് നിങ്ങൾ ഒരുങ്ങുക. മരണം വരുന്നതിന് മുമ്പ് തൗബ ചെയ്തോ, തിരക്ക് വരുന്നതിന് മുമ്പേ നന്മ ചെയ്തോ, തിരക്ക് വരുന്നതിന് മുമ്പേ നന്മ ചെയ്തോ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് നിങ്ങളുടെ നാവ് നനച്ചോ, ബന്ധങ്ങൾ ചേർത്തോ, രഹസ്യവും പരസ്യവുമായി നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തോ.